ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് PYQ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10,000 rupees ഡാഷ് എ ലാർജ് സം. സപ്ലൈ അപ്രോപ്രിയേറ്റ് വെർബ് എന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് ആണ്. ബിക്കോസ് മണി, ഡിസ്റ്റൻസ്, ഹൈറ്റ്, വെയ്റ്റ് എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ സിംഗുലാർ വെർബായിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഈസ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മണി, ഡിസ്റ്റൻസ്, ഹൈറ്റ്, വെയ്റ്റ്, ലിറ്റർ എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ സിംഗുലാർ വെർബായിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നൺ ഓഫ് ദം അറ്റൻഡഡ് ദി ഫങ്ഷൻ. യൂസ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ഒരു നെഗറ്റീവ് ഫോമിലാണ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഫോമിലേക്കായിരിക്കും മാറ്റി എഴുതുന്നുണ്ടാവുക. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. നെഗറ്റീവിലാണോ പോസിറ്റീവിലാണോ എന്ന് നോക്കണം. ദെൻ നമ്മൾ നോക്കേണ്ടത് ഏത് ടെൻസാണ് എന്നാണ്. നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഒരു പാസ്റ്റ് ടെൻസാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് സെൻസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഡിഡ് ദേ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കളക്റ്റീവ് നൗൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദി ഫോറസ്റ്റ്. ഡാഷ് ഓഫ് കാറ്റിലാണ്. കാറ്റിലിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ ഹേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എ ഹേർഡ് ഓഫ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് ക്വസ്റ്റ്യൻ. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതാണ് ടെൻസ് എന്ന് നോക്കണം. പക്ഷേ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും ടെൻസിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ക്വസ്റ്റ്യനിൽ ഏതാണോ ടെൻസ് തന്നിരിക്കുന്നത് സെയിം ടെൻസിലേക്കായിരിക്കും നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസേഴ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ 3 ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകാനുണ്ട്. ബാക്കിയുള്ളത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഷീ സ്പീക്ക് ഫ്രഞ്ച് വെരി ഗുഡ്. സെൻറ്റൻസിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ നമ്മൾ സ്പീക്ക് എന്ന വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഡ്വെർബായി വെൽ ഉപയോഗിച്ചിരിക്കുന്നു. ഗുഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഷീ സ്പീക്ക് ഫ്രഞ്ച് വെരി വെൽ എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ അറിവിൻ്റെ മുറ്റം എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.